നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോളി അടിമത്ര. തിരുവനന്തപുരത്തെ പെങ്ങളും അളിയനും എത്തിയിട്ടുണ്ടെന്ന് കുടുംബ സുഹൃത്ത് പറഞ്ഞത് കേട്ട് ഞങ്ങൾ അവരെ കാണാൻ ചെന്നതാണ്. ഒരു വർഷത്തിലധികമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. 70-നടുത്ത് പ്രായമുണ്ട് തിരുവനന്തപുരത്തെ നാത്തൂന്. ഭർത്താവിന് 75 കുറയത്തില്ല. രണ്ടാളും തലസ്ഥാനത്ത് ഉദ്യോഗസ്ഥരായിരുന്നു. 3 മക്കളുണ്ട്. പെൺകുട്ടികൾ 2 പേരും വിദേശത്ത്, മകനും കുടുംബവും ഒപ്പമുണ്ട്. തിരുവനന്തപുരത്തെ നാത്തൂൻ കണ്ടപാടെ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നാ ഉണ്ടോ വിശേഷം അവരെന്നോട് ചോദിച്ചു. മറുപടി പറയുന്ന മുമ്പേ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ഇട്ടു. ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ എന്ന് ഇറങ്ങിക്കൂടെ? ഞാൻ തിരിച്ചു ചോദിച്ചു. ആ, ഇനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിയുടെ മറുപടി കേട്ട് കോട്ടയത്തെ നാത്തൂൻ എന്നെ അർത്ഥവത്തായി ഒന്ന് നോക്കി. അപ്പുറത്ത് അളിയന്മാരും എൻ്റെ ഭർത്താവും എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ചേച്ചി നേരെ അങ്ങോട്ടേക്ക് പോയപ്പോൾ എന്റെ സ്നേഹിത പറഞ്ഞു, മക്കളുമായി അടിച്ചു പിരിഞ്ഞുള്ള വരവാ. 2-3 ആഴ്ച ഇനി ഇവിടെ കാണും. ന്യൂ ഇയറും കഴിഞ്ഞിട്ടേ പോകൂ. അയ്യോ, ഈ വാർദ്ധക്യകാലത്ത് മക്കളുമായിട്ട് അടിച്ചു പിരിഞ്ഞ് സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വന്നോ? പാവങ്ങൾ. എനിക്ക് സങ്കടമായി. എല്ലാവരും കൂടി കാപ്പി കുടിക്കുമ്പോൾ ചേച്ചി ഒരു ചോദ്യം. ജോളിയെ, മകനും ഭാര്യയും പിള്ളാരും ഒക്കെ വന്നു പോയെന്ന് കേട്ടു. എങ്ങനുണ്ടടി നിന്റെ മരുമോള്? ഞാനത് കേട്ട് അറിയാതെ ചിരിച്ചുപോയി. നല്ല മോളാ ചേച്ചി. അവര് 2-3 ആഴ്ച മാത്രമല്ലേ ഞങ്ങളുടെ കൂടെ നിന്നുള്ളൂ. അവൾക്കാണെ മലയാളം ഒട്ടും അറിയത്തില്ല. പിന്നെ വിദേശികൾ നേരെ വാ നേരെ പോന്നാൾ എന്ന മട്ടുകാരല്ലേ. നുണയും കൊതിയും ഒന്നും അവർക്ക് തീരെ വശമില്ലല്ലോ. ഉള്ളത് നേരെ പറയും, അത്ര തന്നെ. ഞാൻ പറഞ്ഞത് കേട്ട് ചേച്ചി ഭർത്താവിനെ നോക്കിയിട്ട് അടുത്ത ഗോളടിച്ചു. ഞങ്ങൾക്കും അങ്ങനെ വല്ല ഒരു പെണ്ണു മതിയായിരുന്നു. ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? അണ്ണാക്കി പുഴുത്തു പോയാ ഇറക്കാതെ പറ്റില്ലല്ലോ. അതുവരെ നിശബ്ദനായിരുന്ന തിരുവനന്തപുരത്തെ അളിയൻ പറഞ്ഞു, എവിടെ നിർബന്ധമായിരുന്നു ഈ ബന്ധം, സഹിക്കട്ടെ. അപ്പൊ ചേച്ചി വീണ്ടും പറഞ്ഞു, എന്റെ കൊച്ചേ, ഞങ്ങൾ 2 ആളും കൂടെ ജോലി ചെയ്തും ലോൺ എടുത്തും കഷ്ടപ്പെട്ടു പണിയിപ്പിച്ച വീട്ടിൽ ഞങ്ങൾക്കിപ്പോ സ്ഥാനമില്ല. റിട്ടയർ ചെയ്ത ശേഷം കൊച്ചുങ്ങളെ നോട്ടം ഞങ്ങളുടെ തലയിലായി. ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റത്തില്ല. പിള്ളേരെ രാവിലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം, വൈകിട്ട് കൊണ്ടുവരണം. പിള്ളേർക്ക് 4 മണി പലഹാരവും അത്താഴവും വരെ ഞാൻ ഉണ്ടാക്കണം. പിള്ളേർ കളിച്ചു വീണാലും കുറ്റം ഞങ്ങൾക്കായി. ഞങ്ങളുടെ വില ഒന്ന് അറിയണമല്ലോ. ക്രിസ്മസ് പരീക്ഷയൊക്കെ നടക്കുമല്ലയോ. അവര് കൊണ്ടുവരട്ടെ. വീട്ടുജോലി പിള്ളേരെ മേയ്ക്കലും ഒന്ന് മനസ്സിലാക്കട്ടെ. അല്ലെ അവിടെ അമ്മ വന്ന് സഹായിക്കട്ടെ. ഈ കൊച്ചുമക്കളെ എല്ലാവരുടെയും കൂടെ അല്ലയോ. ഞാൻ ഈ പറഞ്ഞത് തിരുവനന്തപുരത്തെ നാത്തൂന്റെയും അളിയന്റെയും കാര്യം മാത്രമല്ല. നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങളാണ്. മകനുമായിട്ടല്ല, മരുമകളുമായിട്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങുക. അത് സ്വാഭാവികം. പക്ഷെ പ്രശ്നം വഷളാകും മുമ്പ് പരിഹരിക്കാനായാൽ സ്നേഹവും ബഹുമാനവും നിലനിർത്താനാവും. മിടുമിടുക്കിയായ എൻ്റെ ഒരു സ്നേഹിതയുടെ അനുഭവം പറയാം. ഏകദേശം സമാനമായിട്ടുള്ള ജീവിതമാണ്. പക്ഷെ അവൾ അത് നന്നായി പരിഹരിച്ചു. ആ സ്നേഹിതയുടെ മകൻ പ്രണയിച്ച് വിവാഹം കഴിച്ചു. 2 വീട്ടുകാരും ചേർന്ന് കല്യാണം അങ്ങ് നടത്തിക്കൊടുത്തു. എങ്കിലും സ്നേഹിതയുടെ മനസ്സിൽ ഒരു കരട് കിടപ്പുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഡയലോഗുകളായി പുറത്തു ചാടും. പുതുമോടി കഴിഞ്ഞതോടെ മരുമകളും ഡയലോഗ് തിരിച്ചുവിട്ടു തുടങ്ങി. നടുക്ക് കിടന്ന് മകൻ വിഷമിക്കുന്നത് മനസ്സിലാക്കിയ സ്നേഹിത ശാന്തമായി. അവള് മരുമകളെ കയ്യിലെടുത്തു. 1-2 മാസത്തിന് ശേഷം അവരും ഭർത്താവും കൂടി മകനെയും ഭാര്യയെയും വിളിച്ച് സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു. മക്കളെ, നിങ്ങൾ ഇപ്പോൾ പരസ്പരം സ്നേഹിച്ചും അടുത്തറിഞ്ഞും ജീവിക്കേണ്ട സമയമാ. ജോലി എന്നും പറഞ്ഞ് ഇങ്ങനെ ചാകരുത്. ഓഫീസ് മാത്രമല്ല ജീവിതം. ഇടയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ നിങ്ങൾ പോകണം. സന്തോഷമായി ജീവിക്കണം. അതിനിടയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ശല്യമാകരുത്. പണം സേവ് ചെയ്ത് സ്വന്തം ജീവിതം നയിക്കാൻ നിങ്ങൾ പഠിക്കണം. ഞങ്ങളുടെ തണലിൽ നിന്ന് മാറി നിന്നാലേ അത് പഠിക്കത്തുള്ളൂ. പിള്ളേർ 2 പേരും വാ പൊളിച്ചുപോയി. സ്നേഹിതയുടെ ഭർത്താവ് വീണ്ടും പറഞ്ഞു, ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് നിങ്ങൾ അങ്ങോട്ട് താമസം ആരംഭിക്കാം. ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ അങ്ങനെ. അപ്പൊ നിങ്ങൾ 2 പേരും കൂടെ ഡൗൺ പേയ്മെന്റ് കണ്ടെത്തണം. നിങ്ങളുടെ അസറ്റാണത്. അപ്പോ മാസവാടക കൊടുക്കുന്നത് സ്വന്തം ഫ്ലാറ്റിനടച്ച് 10-20 വർഷം കൊണ്ട് ഫ്ലാറ്റ് സ്വന്തമാക്കാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 2-3 മാസത്തിനകം പുതിയ ഫ്ലാറ്റിലേക്ക് അവര് വീട് മാറി. വീട്ടുപകരണങ്ങളെല്ലാം എൻ്റെ സ്നേഹിതയും ഭർത്താവും കൂടെ വാങ്ങിച്ചു കൊടുത്തു. പെൺകുട്ടിയുടെ വീട്ടുകാരും കൈ അയച്ച് സഹായിച്ചു. അങ്ങനെ താമസം തുടങ്ങി. ആഴ്ചയിൽ ഒരിക്കൽ അവർ അപ്പന്റെയും അമ്മയുടെയും കൂടെ കൂടും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീട്ടിൽ വെച്ചാൽ അമ്മ ഉടൻ തന്നെ അത് മക്കൾക്ക് എത്തിക്കും. പെൺകുട്ടിക്ക് സന്തോഷം.
ചെക്കനും ബോധിച്ചു. എന്റെ സ്നേഹിതയ്ക്കും ഭർത്താവിനും പരമാനന്ദം, ഹാപ്പി. ഒറ്റ മോനല്ലേ, അവനെ ഇങ്ങനെ പറിച്ചെറിഞ്ഞത് കഷ്ടമായി പോയി കേട്ടോ. അസൂയക്കാരായ ചില ബന്ധു സ്ത്രീകൾ എന്റെ സ്നേഹിതയോട് പറഞ്ഞു. അപ്പോൾ എന്റെ കൂട്ടുകാരിയുടെ മറുപടി ഇങ്ങനായിരുന്നു: ഇച്ചിരൂടെ കഴിഞ്ഞാൽ ഞാനും അവളും കീരിയും പാമ്പുമായേനെ, പിന്നെ ഒരിക്കലും ചേർന്നു പോകത്തില്ല. അപ്പോഴും തകർന്നു പോകുന്നത് എന്റെ മകന്റെ ജീവിതമല്ലേ. ഇതിപ്പോ ആരുടെയും സന്തോഷം നഷ്ടപ്പെട്ടില്ലല്ലോ. അവര് ഹാപ്പി, ഞങ്ങളും ഹാപ്പി, അവൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇതുപോലെ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും നമുക്കും പരീക്ഷിക്കാവുന്നതാണ് ഇതുപോലെയുള്ള മാർഗങ്ങൾ. മറ്റുള്ള ബന്ധുക്കളുടെ കമന്റുകൾ പേടിച്ച് ജീവിതം ദുരിതമാക്കരുത്. മരുമകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കണം. സ്വന്തം വരുമാനമുള്ള മരുമകൾ പഴയ കാലത്തെ ജോലിയും കൂലിയും ഇല്ലാത്ത മരുമകളെ പോലെ ഭർത്തൃവീട്ടിൽ വായും പൂട്ടി അടിമകളാവില്ല. അവരെ ജീവിക്കാൻ വിടുക. നമ്മൾ ക്ഷീണിതരാവുമ്പോൾ തുണയാവേണ്ടത് മകനും അവന്റെ പങ്കാളിയുമാണെന്നൊരു തോന്നൽ ആദ്യം തന്നെ ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായി നമ്മൾ കൈകടത്തത്തില്ല. ആദ്യത്തെ 2-3 വർഷം കഴിയുമ്പോൾ മകനെ വരിഞ്ഞു മുറുക്കാനുള്ള ആവേശം അമ്മമാർക്കും ഭാര്യയ്ക്കും കെട്ടടങ്ങും. അപ്പോഴേക്കും ഒരു കുഞ്ഞ് അവരെ തമ്മിൽ വിളക്കി ചേർത്തിരിക്കുമല്ലോ. അതുവരെയുള്ള കലമ്പലൊക്കെ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളെന്നേ, അല്ലാതെ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. അല്പം ശ്രമിച്ചാൽ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും നമ്മുടെയൊന്നും വീടുകളിൽ ഇല്ല. അപ്പോ എല്ലാവരും സന്തുഷ്ടരായി സമാധാനമുള്ളവരായി ജീവിക്കാനിടയാവട്ടെ. കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളിലൂടെ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.